ഞങ്ങളുണ്ടല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന എവിടെ അറിയാം, ശാർഗക്കാവ് ദേവി ക്ഷേത്രത്തിലാണേ. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് ഞങ്ങൾ വന്നതാണ്. നമുക്കിവിടെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇതാണ് ശാർഗക്കാവ് ദേവി ക്ഷേത്രമാണേ. ഇവിടെ ആണെങ്കിൽ കുരങ്ങുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. അപ്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഇവിടെ ഈ വെള്ളത്തിനടിയിലാണ് ദേവി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ തിരുമേനിമാരൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഉത്സവ സമയത്തൊക്കെ വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജീവിത തോളത്തിരിക്കും. അത് എങ്ങനെ വരുന്നെന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. അത്ര ഇതാണ്. ഇതുവരെ ആർക്കും അറിയത്തില്ല അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന്. ഇത് കണ്ട കുരങ്ങൊക്കെ വന്നേക്കുന്ന കണ്ട. നമ്മളിങ്ങനെ കൊടുക്കണം, അന്നേരം അത് കഴിക്കും. കണ്ട കണ്ട ഒരു കുഞ്ഞ് കണ്ട ഒരാളെ അമ്മ പിടിച്ച് ഇതേ കണ്ട കുഞ്ഞിനെയും കൊണ്ടാ വന്നേക്കുന്നെ. ആ പെറുക്ക് തിന്നുന്നുണ്ടോ? കൈ വലിക്കരുത് മാത്രമേ. ആഹാ അയ്യോ അയ്യോ വേണ്ട വേണ്ട ഇരുന്ന് കഴിക്കുന്ന വേണ്ട. അതുകൊണ്ട് പെറുക്കി പെറുക്കി എടുത്ത് തിന്നുവാണേ. എന്ത് രസമാ കാണാൻ. ഓ വിളിച്ച ഉടനെ അങ്ങ് ചെല്ലും എടുക്കുകയൊക്കെ ചെയ്യും. നമ്മ ഇത് പിടിച്ചാന്ന് കൊടുക്കട്ടെ. അയ്യോ വലുതായത്. എനിക്ക് പേടി, എനിക്ക് പേടിയാമ്മേ. വാ വാ അയ്യോ കൈ കൊടുത്തു കണ്ടോ. അയ്യോ കണ്ട കണ്ട ഇരുന്നിരുന്നുണ്ട്. എടുക്കുന്നു. വേണോ വേണോ? മതിയോ മതിയോ? ആ വേണ്ട എടുത്ത് തിന്നുന്ന വേണ്ട. കണ്ട വേണ്ടായോ? വേണ്ടാത്തല്ല. ഇവിടെ ഇട്ടെ. പേടിയാണോ? ദേ ഇവിടെ ഇട. എടുത്ത് കഴിച്ചു കഴിച്ചു. കണ്ട ഇത് വേണോ? കണ്ട എടുത്ത് കഴിക്കുന്നതല്ല. എല്ലാരും ഉണ്ട്. ഒരു കുഞ്ഞിനെയും കൊണ്ടാ വന്നേക്കുന്നത്. അയ്യോ ഇനിയും അവനാണ് ഇവിടുത്തെ മൂപ്പനെന്നാ പറയുന്നത്. കണ്ട കണ്ട എന്റെ കൈ പിടിച്ചു കയറായിരുന്നു. ചേച്ചി കണ്ട അയാള് കുഞ്ഞിനെയൊക്കെ അറ്റത്ത് വെച്ചോണ്ടാ വന്നേക്കുന്നേ. കണ്ട എല്ലാം പെറുക്കിയെടുത്ത് തിന്നുവാ. ഓക്കെ ചേടാ നോക്കിയേ. ഈ കൈ കൊടുക്കാനേ ഒരു പേടി, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്ത്. കയ്യിലും കൊടുക്ക്. കണ്ടോ അടുത്തത് വന്നു, അതുകൊണ്ട് അത് മാറി. കുഞ്ഞിന് പേടിയാണോ? പേടിയാ, അവക്ക് പേടിയാ. പേടിക്കൊന്നും വേണ്ട നമുക്ക്. പേടി ഇവിടെ വരുമ്പോ എല്ലാം മാറും. കേട്ടോ കപ്പലണ്ടി കൊടുക്കാൻ വേണ്ടിട്ടാ.
അമ്മയുടെ സാരിയെ പിടിച്ച് വലിക്കുന്നു. അയ്യോ പാവം. അമ്മയുടെ സാരിയെ പിടിച്ച് വലിക്കുന്നു. കണ്ടോ, കയ്യെ പിടിച്ചാണ് അത് കഴിക്കുന്നത് കേട്ടോ. കയ്യെ പിടിച്ചാണ് കഴിക്കുന്നത്. എന്ത് രസമുണ്ട്. എത്ര ഉണ്ട്. ഒരാളുണ്ട് മുകളിലൊക്കെ കിടന്നുകൊണ്ട് മരത്തേലൊക്കെ കിടന്ന് ആടുക. വേണ്ട. ചേട്ടാ ഇത് ഏതാ ഇത് ഈ കായല് അല്ലേ? അച്ചൻകോവിലാറ്. ആ അച്ചൻകോവിലാറാണ്. എൻ്റെ ഈ പാലമൊക്കെ പുതിയതായിട്ട് വന്നതാ. കണ്ട നല്ല രസമുണ്ട്. ഇപ്പം വെള്ളമൊക്കെ ഇപ്പം മഴയൊക്കെ കുറവല്ലേ, അതുകൊണ്ട് ഇപ്പം വെള്ളമൊക്കെ കുറഞ്ഞു. ആണ് അമ്പലത്തിൻ്റെ ഇത്. താഴെ പടിയൊക്കെ ഉണ്ട്, സൂക്ഷിച്ചിറങ്ങണം. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അമ്മേ ഇവിടെ വരെ വെള്ളം കയറിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ വെള്ളം ഇവിടെ ഇല്ല. പടി കയറി പോകുന്നു. കണ്ടോ നോക്കിയിരിക്കുവാണേ, ഒന്നും കഴിക്കാനുണ്ടോ എന്നൊക്കെയാണ് നോക്കിയിരിക്കുന്നത്. കണ്ടോ ഇതൊക്കെ ദേവിയുടെ ഇതാണ്. ഈ ആറ്റിലൊക്കെ മുങ്ങിയിട്ട് പിന്നെ ദേവി പിന്നെ തിരുമേനിമാരുടെ തോളത്ത് കാണുമെന്നൊക്കെയാണ് പറയുന്നത്. അവർക്കറിയത്തില്ല എങ്ങനെ ഇത് സംഭവിക്കുന്നു. വെള്ളത്തിനടിയിൽ ദേവിയുടെ ഒരു ഇതുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ടോ ഇതൊക്കെ വലിയ കാടുകളും മരങ്ങളും ഒക്കെയാണേ. കണ്ടോ ഇതുമാത്രം ഭയങ്കര. കണ്ടോ ഇതൊക്കെ കുരങ്ങനൊക്കെ തിന്നാൻ വേണ്ടി ഓരോരുത്തർ പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന. കണ്ടോ വലിയ വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. കാക്കൊത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്നുള്ള സിനിമയൊക്കെ എടുത്ത് എവിടെയാണെന്നാണ് പറയുന്നത്. ഉണ്ട് ഭയങ്കര ശക്തിയാണ് ഈ ദേവിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കുറേ സ്റ്റെപ്പുകളുണ്ട് മുകളിലോട്ട് കയറി പോകാനൊക്കെ. ഉണ്ടോ ഇവിടെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പുകളെല്ലാം കയറി നമ്മൾ. ചേട്ടാ ഇത് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ എവിടാ പോകുന്നേ? ആണോ? ഇതുവഴി ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറുമ്പോൾ ഹനുമാന്റെ ക്ഷേത്രമാണ് അവിടെ. ഇതാണെങ്കിൽ സ്റ്റെപ്പ് മുകളിലോട്ട് കയറി പോകുന്ന നല്ല ഇതാണ്. വിഷു സമയത്താണ് 14-ാം തീയതി, ഏപ്രിൽ 14-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം. ഉത്സവ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും ഇവിടെ രാവിലെയും വൈകിട്ടും പൂജയുണ്ട്. വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഏപ്രിൽ 14-ാം തീയതി വിഷു സമയത്തൊക്കെ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. വേണ്ടി ഈ അമ്പലത്തിൻ്റെ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമാണേ. ഇവിടെ ഈ അമ്പലത്തിലാണെങ്കിലുണ്ടല്ലോ ഉത്സവ സമയത്തൊക്കെ വെള്ളത്തിനടിയിൽ ഒരു ദേവി ഉണ്ടെന്നാണ് പറയുന്നത്. ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണേ. അത് നോക്കിക്കേ, വാല് ചുരുട്ടി 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 കയറിയിരിക്കുന്ന ഹനുമാൻ സ്വാമിയാണിത്. കണ്ട ഉണ്ടോ അമ്മയൊക്കെ കുറേ സ്റ്റെപ്പുകളുണ്ട്. അതെല്ലാം എങ്ങനെയൊക്കെയൊക്കെ കയറി വന്നു. കാലിനൊക്കെ വേദനയുണ്ട്. എന്ത് വലിയ കാടുകളും ഒക്കെ. ഒരു പ്രത്യേകതരം സ്ഥലമാണേ. നല്ല രസമാണ് കാണാനൊക്കെ. ഇങ്ങനെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉണ്ടെന്ന് നമ്മളൊന്നും അറിയത്തില്ല. മുന്നക്കുട്ടിയും സ്റ്റെപ്പിറങ്ങിയൊക്കെ വരുക. കുരങ്ങന്മാരെ കണ്ടപ്പോൾ അവൾ പേടിച്ചു പോയി. അവൾക്ക് പേടിയായിരുന്നു.
പുറകോട്ടങ്ങ് മാറി, എൻ്റെ പുറകോട്ടങ്ങ് വലിഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാവരും ഇരിക്കുക. ഇവിടെ ഇച്ചിരി ശകലം സ്ഥലമുണ്ട്, വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ എല്ലാം ഇതൊക്കെ ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഹനുമാൻ സ്വാമിയുടെ. ഇവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇരിക്കുകയാണ്. അമ്മയും മിന്നുകുട്ടിയും കൂടെ അവിടോട്ട് ഇരുന്നു. വലിയ വൃക്ഷം. ഇത് എന്ത് മരമാണ് ഇത്? അർദ്ധലാഞ്ഞിലി. ഇത് വെട്ടാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതുപോലെ വലിയ വൃക്ഷമാണ്. ഇവിടെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ അപ്പുറത്ത് പിതൃസ്ഥാനം അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അമ്മയുടെ അനിയത്തിയാണ് ഈ പ്രതിഷ്ഠ എന്നൊക്കെയാണ് പറയുന്നത്. ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. നവഗ്രഹങ്ങളല്ലേ എല്ലാം? അല്ലല്ലോ അമ്മ, നവഗ്രഹമാണല്ലോ ഇതല്ലേ? ആ, ഓ ശരി. എൻ്റെ നടുക്കിരിക്കുന്നത് ദേവി പ്രതിഷ്ഠയാണ്. ഞങ്ങളങ്ങനെ വള്ളത്തേലൊക്കെ ഒന്ന് കയറി. കണ്ടാ? ഒരു ചെറിയ പേടിയുണ്ട്, എനിക്കുമുണ്ട്. വെള്ളം ഇച്ചിരി ഭയമുള്ള കാര്യമാണ്. എന്നാലും ഒരു ചാൻസ് കിട്ടിയതല്ലേന്ന് വിചാരിച്ചു. കുട്ടിക്ക് സന്തോഷമാണോ? ആ, എങ്ങനെ വെള്ളത്തിൽ കൂടെ ഒരു യാത്ര, ഒരു കറക്കം കറങ്ങി പോവാമെന്ന് വിചാരിച്ചു. അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മയ്ക്ക് പേടിയാ. ഉണ്ടോ? നല്ല സ്ഥലമാണ്. ഇത് അച്ചൻകോവിലാറാ അല്ലേ ഏട്ടാ? ആ, അച്ചൻകോവിലാറാണിത്. നമ്മൾ പറയുമ്പോൾ ഒരു റൗണ്ട് അടിച്ച് നമ്മളെ കൊണ്ടുവരും. കുഞ്ഞുകുട്ടിക്ക് വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് വള്ളം ഒരു പേടിയാണ്. അല്ല, പേടിക്കുന്നില്ലെന്ന് ഇപ്പം. സന്തോഷം. ചിരിക്കുന്ന കണ്ടു. നല്ല സന്തോഷമാണ്, ചിരിക്കുവാണേ. ഭയങ്കര സന്തോഷത്തിലാണ്. വെള്ളം കണ്ടതിൻ്റെ സന്തോഷമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറുന്നത്. സ്പീഡ് ബോട്ടിലൊക്കെ പോവും, പക്ഷെ വള്ളത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഞാൻ ഇതിനകത്ത് മുതലേ ഉണ്ടോ പേടിച്ചൊക്കെ പറയുമ്പോൾ കടത്ത് ഓടിക്കുന്ന ചേട്ടൻ പറയുക, ഇതിനകത്ത് നീർനായുണ്ട്. കഴിഞ്ഞ മാസം ഒരു 5-6 പേരെ കടിച്ചതെന്ന്, അത്രേ ഉള്ളെന്ന്. അയ്യോ ചേട്ടാ, നമുക്കെന്നാ തിരിച്ചു പോവാമല്ലോ. നീർനായ ഒക്കെ ഇറങ്ങി വന്ന് കടിക്കുകയെല്ലാം ചെയ്യും. ആണോ? ആ, വെള്ളം കാണുമ്പം അതങ്ങ് മുങ്ങാങ്കുഴി ഇട്ട് പോകുമെന്നാ പറയുന്നേ. കണ്ടോ? എന്താടോ? അതേണ്ടാണ്ട് ഇവിടെ വലിയ മുളയാ കേട്ടോ. നല്ല കാഴ്ചകൾ, നല്ല അനുഭവമൊക്കെയാണ് കേട്ടോ. വരാത്തവരൊക്കെ ഒന്ന് വരണം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പം ഞാനും ഭാര്യയും കൊച്ചുമക്കളും. മക്കൾക്ക് ജോലിയൊക്കെ ഉണ്ടോ? ഇല്ല, ആർക്കും ജോലിയൊന്നുമില്ല. എനിക്ക് പെൺപിള്ളേർ എന്നാലും ജോലി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ട്. ചേട്ടൻ പറയുന്നത് ഇപ്പം ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇവിടെ കടത്തിൻ്റെ. ഇപ്പോൾ ഈ ഉത്സവ സമയമാകുമ്പോഴേ, മേടം 1 വിഷുവിൻ്റെ അന്നാണ് ഇവിടെ ഭയങ്കര ഇത്. അന്നേരം കുറേ വള്ളങ്ങളുണ്ട്. ആൾക്കാരൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരും. അപ്പോൾ ഇത് അക്കരെ ഇക്കരെ പോകാനൊക്കെ ആയിട്ട് ഒത്തിരി വള്ളങ്ങളൊക്കെ ഉണ്ടാവും. അന്നേരം നമ്മുടെ ഈ പ്രദേശവും ആ ഏരിയ എല്ലാം ജനം കൊണ്ട് ജനം തിങ്ങി നിൽക്കുന്നു. അതെ. ഭയങ്കര ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന പോലുള്ള അനുഭവം. ആ സമയത്തൊക്കെ അത്ര തിരക്കാണ്. അതെ അതെ അതെ. ഇപ്പം മഴയില്ല, വെയിലാവുമ്പോൾ എന്ത് ഭയങ്കര ചൂടുമാണ്. അങ്ങനെ ഞങ്ങൾ കരയോടടുക്കുകയാണ്. ഒരു റൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് ചേട്ടന്. അവിടെ മാന്നാറും
ആ അവിടെയൊക്കെ ഉണ്ട്. ഇത് തന്നെയല്ലേ അതെ അതെ. വിഷു അല്ലേ? ആ വിഷു ആണോ അവിടെ? ആ അവിടുത്തെ ഈ സാധനം കണ്ടോ, ഇതിനെ ചുമട് താങ്ങി എന്നാ പറയുന്നത്. പണ്ടൊക്കെ ഈ പുറത്തൊക്കെ ഒത്തിരി വെയിറ്റ് ഒക്കെ എടുത്തുകൊണ്ട് ചാക്ക് കെട്ടിലൊക്കെ കൊണ്ടുവരത്തില്ലയോ, അന്നേരം എടുത്ത് ഇതിൻ്റെ മുകളിലോട്ടാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് പതുക്കെ എടുത്ത് താഴോട്ട് വെക്കുന്നത്. അപ്പോൾ വേറൊരാളുടെ സഹായം ഇല്ലെങ്കിലും അങ്ങനെ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ള സാധനം ഇത് ചുമട് താങ്ങി. കരിങ്കല്ലിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു. 5:30 ആയപ്പോഴത്തേക്ക് നട തുറന്നു. പ്രസാദമൊക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് ഇവിടെ ബഹളം കേട്ടോ, കുരങ്ങന്മാരുടെ ബഹളമാണ് ഇവിടെ എല്ലായിടും. പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ ഞങ്ങളങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും ഇതൊക്കെ കാണണേ, എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. പിന്നെ ഈ അമ്പലത്തിലൊക്കെ വരാത്തവരുണ്ടെങ്കിൽ വരണം. നല്ലൊരു അനുഭവമുണ്ട്, നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്.